ഈശ്വംശിയാരി സ്തുതിയായിരിക്കട്ടെ. വചന വിചിന്തനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 26 വാക്യം. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. സ്വർഗാരോപിതയായ ഒരു അമ്മ നമുക്കുണ്ട് എന്നതാണ് ഈ ഭൂമിയിൽ നമുക്കുള്ള ഏറ്റവും വലിയ ആശ്വാസങ്ങളിൽ ഒന്ന്. ആദിമ നൂറ്റാണ്ടുകൾ മുതൽ വിശ്വസിച്ചിരുന്ന ഒരു സത്യമായിരുന്നു പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം. എന്നാൽ 1950 നവംബർ 1-നാണ് 12-ാം പിയൂസ് മാർപ്പാപ്പ മറിയത്തിൻ്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കന്യാമറിയത്തെ സ്വന്തം അമ്മയായി കണ്ടുകൊണ്ട് സർവശക്തനായ പിതാവിന് സമർപ്പിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. വിശുദ്ധ എങ്ങനെ പരിശുദ്ധ അമ്മയെ കണ്ടിരുന്നുവോ അതുപോലെ തന്നെ സ്വർഗാരോപിതയായ പരിശുദ്ധ അമ്മയെ കാണേണ്ടവരാണ് നമ്മൾ. വിശുദ്ധയുടെ ജീവചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. 10 വയസ്സ് തികയുന്നതിന് മുമ്പേ അമ്മയെ നഷ്ടപ്പെടുകയും ചെറുപ്പത്തിലെ ഗുരുതരമായ രോഗം പിടിപെടുകയും ചെയ്തു. എന്നാൽ മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ അവൾ അത്ഭുതകരമായി സുഖം പ്രാപിച്ചു. ഉണ്ണീശോ മാതാവിൻ്റെ കരങ്ങളിൽ സംരക്ഷണം കണ്ടെത്തിയതുപോലെ കൊച്ചു ത്രേസ്യയും മാതാവിൻ്റെ കരങ്ങളിൽ അഭയം കണ്ടെത്തി. ജീവിതത്തിൻ്റെ എല്ലാ വേളകളിലും പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി കണ്ടതുപോലെ നമുക്ക് കാണാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതവും സ്വർഗീയ ആനന്ദത്താൽ നിറയും. മറിയത്തെ നമ്മുടെ സ്വർഗീയ അമ്മയായി നാം കാണുന്നു. അവൾ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന അപകടങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കാൻ നമ്മോടൊപ്പമുള്ള നമ്മുടെ അമ്മയായിട്ടാണ് നമ്മൾ അവളെ കാണുന്നത്. നമ്മുടെ ഓരോ സന്തോഷവും ഓരോ സങ്കടവും നമുക്ക് പറയാൻ കഴിയുന്ന അമ്മയാണ് അവൾ. അതുകൊണ്ടാണ് കുരിശിൽ മരിക്കുന്ന യേശു തൻ്റെ അമ്മയെ നമ്മുടെ അമ്മയായി നമുക്ക് നൽകിയത്. എലിസബത്ത് മറിയത്തെക്കുറിച്ച് പറഞ്ഞത്, നീ സ്ത്രീകളിൽ അനുഗ്രഹീത എന്നതാണ്. മാനവകുലത്തിൻ്റെ രക്ഷകന് ജന്മം നൽകിയ മറിയം അനുഗ്രഹീത തന്നെയാണ്. ജീവിതത്തിൻ്റെ ഒടുവിൽ സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെട്ടപ്പോഴാണ് അനുഗ്രഹീത എന്ന വാക്ക് അവളിൽ പൂർണ്ണമായി നിറവേറ്റപ്പെട്ടത്. ദൈവമാണ് മറിയത്തെ തൻ്റെ പുത്രൻ്റെ അമ്മയായി തിരഞ്ഞെടുത്തത്. ദൈവമാണ് എല്ലാറ്റിൻ്റെയും പിറകിൽ. മറിയത്തിൻ്റെ സ്വർഗാരോപണം നാം ധ്യാനിക്കുമ്പോൾ നാം ഓർമ്മിക്കേണ്ടത് എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി തിരിച്ചറിയാൻ പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് കാരണമാകണം. ദൈവത്തിൽ ആനന്ദിക്കുകയും ദൈവജനത്തെ ഹൃദയത്തിൽ പേറുകയും ദൈവ തിരുമനസ്സിന് സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്ന മറിയമാണ് ക്രിസ്തീയ സ്നേഹ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ്. ആ വിപ്ലവം നമ്മെ നയിക്കുന്നത് കർത്താവിൻ്റെ രക്ഷാകരമായ കുരിശിലേക്കാണ്. കുരിശിലൂടെയാണ് ഈ സ്നേഹവിപ്ലവം വിജയം കണ്ടെത്തുന്നത്. ദാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ തിരുഹൃദയത്തിനു മുമ്പിൽ മറിയം സ്വയം വിധേയപ്പെട്ടു. അങ്ങനെ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ മാത്രമേ ദൈവഹിതം തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്ന് പരിശുദ്ധമ്മ നമുക്ക് കാണിച്ചു തന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം തിരിച്ചറിയാൻ നാം എത്രമാത്രം ആഗ്രഹിക്കാറുണ്ട്. വിവാഹിതരാകുമ്പോഴും പഠനം ആരംഭിക്കുമ്പോഴും ഭവനം പണിയുമ്പോഴും ജോലി ലഭിക്കുമ്പോഴും അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പ്രാർത്ഥനാപൂർവം ദൈവേഷ്ടം അറിയാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതവും ദൈവത്തിന് പ്രിയപ്പെട്ടതായി മാറും. അമ്മയും തിരുക്കുമാരനും നമ്മളിൽ ആഗ്രഹിക്കുന്നത് അവരോടൊപ്പം ചേർന്ന് നിന്ന് സ്വർഗസ്ഥനായ പിതാവുമായുള്ള സ്നേഹൈക്യത്തിൽ ജീവിക്കണമെന്നാണ്. അതിന് അവിടുത്തെ രക്ഷാകര പദ്ധതിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ജെറമ്യ 28:11 നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണിത്. ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പരിശുദ്ധ കന്യാമറിയത്തിന് തന്നെക്കുറിച്ച് സ്വർഗസ്ഥനായ പിതാവിനുള്ള സ്വപ്നവും പദ്ധതിയും തിരിച്ചറിയാൻ സാധിക്കുകയും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ദൈവത്തിന് നമ്മോടൊപ്പമുള്ള പദ്ധതി തിരിച്ചറിയുവാനും
അതിനോടൊപ്പം ചേർന്ന് നിൽക്കുവാനും നമുക്ക് സാധിക്കണം. അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിച്ചോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ആത്മീയ ആനന്ദം നിറഞ്ഞു നിൽക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പരിപൂർണമായി സമർപ്പിച്ച വിശുദ്ധാമ്യയെ പോലെ ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ ജ്ഞാനത്തിലും ആനന്ദത്തിലും ജീവിക്കുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.